2016 സിലബസ് അനുസരിച്ചുള്ള CRG ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യായിരുന്നു നമ്മൾ കഴിഞ്ഞതിൽ. ഇപ്രാവശ്യം അതിന്റെ തുടർച്ചയാണ്. 9 ക്വസ്റ്റ്യൻസ് ആണ് അന്ന് ആൻസർ ചെയ്തത്. 2019 നടന്നതാണ് പഴയ സിലബസ് അനുസരിച്ച്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 10ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് മെന്റ് ബൈ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി? സോൾവൻസി ഡിക്ലെയർ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. എ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അത് സോൾവെന്റ് ആണ്, കടബാധ്യതകൾ തീർക്കാനായിട്ട് അത് കഴിവുണ്ട് എന്ന് പറയുന്ന പ്രസ്താവനയാണല്ലോ. എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി കൺഫർമിംഗ് ദാറ്റ് ദ കമ്പനി ഈസ് സോൾവെന്റ് ആൻഡ് ഏബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ്സ്. ഡയറക്ടർമാർ നൽകുന്ന ഒരു പ്രസ്താവനയാണ്, ഔപചാരിക പ്രസ്താവനയാണ്, അതിന്റെ കടബാധ്യതകൾ തീർക്കാൻ കമ്പനിക്ക് കെൽപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖ. ഇത് സാധാരണ എപ്പോഴൊക്കെയാണ് ആവശ്യമുള്ളത് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ? when a company is winding up or dissolving, കമ്പനി വൈൻഡിങ് അപ്പ് നടത്തുകയാണ്, പിരിഞ്ഞു തീരുകയാണ്, ഡിസോൾവ് ചെയ്യുകയാണ്, അടച്ചു പൂട്ടുകയാണ് എങ്കിൽ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി നൽകാറുണ്ട്. when a company is undergoing a reconstruction or amalgamation, കമ്പനി ഒരു പുനരേകീകരണ പ്രക്രിയ അല്ലെങ്കിൽ ലയനം നടക്കുന്ന സമയമാണെങ്കിൽ അത് ആ സമയവും ഇതുപോലെ തന്നെ സോൾവൻസി കമ്പനിയുടെ കടം തീർക്കാൻ കമ്പനിക്ക് കെൽപ്പുണ്ടെന്ന് പറയുന്ന ഡിക്ലറേഷൻ ഡയറക്ടർമാർ ഇറക്കാറുണ്ട്. 3, when a company is seeking to distribute its assets to shareholders, കമ്പനി അതിന്റെ ആസ്തികൾ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന നേരത്തും ഇത് പറയാറുണ്ട്. മറ്റൊന്ന്, ദ ഡിക്ലറേഷൻ മസ്റ്റ് ബി മെയ്ഡ് ഇൻ റൈറ്റിംഗ്, ഇത് രേഖാമൂലം എഴുതിയ ഡിക്ലറേഷൻ ആയിരിക്കണം ഡയറക്ടർമാരുടേത്. ആൻഡ് സൈൻഡ് ബൈ ഓൾ ദ ഡയറക്ടേഴ്സ്, എല്ലാ ഡയറക്ടർമാരും അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടാവണം. അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം: 1, the company has sufficient assets to cover its liabilities, കമ്പനിക്ക് അതിന്റെ ബാധ്യത തീർക്കാനുള്ള ആസ്തി കയ്യിലുണ്ട്. 2, the company is able to pay its debts in full, കമ്പനിക്ക് അതിന്റെ കടങ്ങളെ പൂർണ്ണമായും അടച്ചുതീർക്കാൻ കെൽപ്പുണ്ട് എന്നൊക്കെ. The declaration of solvency provides assurance to shareholders. ഈ ഇങ്ങനെ ഒരു ധൈര്യപ്രസ്താവന ഡയറക്ടർമാർ നൽകുന്നത് ആർക്കൊക്കെ ഉറപ്പ് നൽകാനാണ്? ഓഹരി ഉടമകൾക്ക്, ക്രെഡിറ്റേഴ്സ്, കമ്പനി ആരിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട് അവരാണ് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്, അവർക്കൊരു ധൈര്യത്തിന്. 3, റെഗുലേറ്ററി അതോറിറ്റീസ്, അതായത് സെബി പോലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക്. പാർട്ട് എയിലെ ഇത്രയും ചോദ്യങ്ങളാണ്. 11 മുതലുള്ള ചോദ്യങ്ങൾ പാർട്ട് ബിയുടേതാണ്. ഇത് ഒരു ക്വസ്റ്റിന് 2 മാർക്ക് എന്ന രീതിയിലാണ് നൽകുക. 8 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. നമുക്ക് 11th ചോദ്യം നോക്കാം. സ്റ്റേറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഏതെങ്കിലും 4 സവിശേഷതകൾ പറയുക. ദി 4 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി ആർ: സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പ്രത്യേകമായ നിയമപരമായ ഒരു അസ്തിത്വം കമ്പനിക്കുണ്ട്. എ കമ്പനി ഈസ് കൺസിഡേർഡ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ്, കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനിൽ നിന്നും വ്യത്യസ്തമായി ഡയറക്ടേഴ്സിൽ നിന്നും അതിന്റെ എംപ്ലോയീസിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് കമ്പനിക്ക് സ്വതന്ത്രമായ നിയമത്തിന് മുമ്പിൽ ഒരു നിലനിൽപ്പ് ഉണ്ട് എന്നുള്ളതാണ് കമ്പനിയുടെ പ്രത്യേക നൈയാമിക അസ്തിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിയമപരമായ അസ്തിത്വം. ഇറ്റ് ക്യാൻ ഓൺ പ്രോപ്പർട്ടി, കമ്പനിക്ക് സ്വന്തമായി സ്വത്ത് വാങ്ങാം, അതിന് കടബാധ്യതകൾ ഏറ്റെടുക്കാം. ഇൻകർ ഡെറ്റ്സ് ആൻഡ് എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്സ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം, സ്വന്തം പേരിൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്യാം കമ്പനിക്ക്. അതാണ് കമ്പനിയുടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നിയമത്തിന് മുമ്പിൽ കമ്പനി ഒരു കൃത്രിമ വ്യക്തിയാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് നമ്മൾ പറഞ്ഞു. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി, പരിമിത ബാധ്യതയാണ്. ഷെയർഹോൾഡേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് അൺപെയ്ഡ് ഷെയർസ് ദേ ഹോൾഡ്. ഓരോ ഓഹരിയുടമയും എത്രയാണ് ഇനിയും അടച്ചു തീർത്തിട്ടില്ലാത്ത മൂലധനം അവരുടെ ഏറ്റെടുത്തിരിക്കുന്ന ഷെയറിൽ എത്രയാണ് പെയ്ഡ് മൂലധനം, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇനി അവർക്ക് അടക്കാനുള്ള ബാധ്യതയുള്ളൂ. അല്ലാതെ കമ്പനി എത്ര കടം വരുത്തിയാലും അതൊന്നും തീർക്കാനുള്ള ബാധ്യത ഓഹരി ഉടമകൾക്കില്ല. അതാണ് ഓഹരി ഉടമകളുടെ ബാധ്യതയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന കമ്പനിയുടെ 2ാമത്തെ സവിശേഷതയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് മീൻസ് ദാറ്റ് their personal assets are protected in case of company incurs any debts or liability. അവരുടെ ഏതെങ്കിലും കമ്പനി ഏതെങ്കിലും കടബാധ്യത വരുത്തി വയ്ക്കുകയാണെങ്കിൽ ഈ ഓഹരി ഉടമകളുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബ സ്വത്തുക്കള് ഒക്കെ സംരക്ഷിക്കപ്പെടുന്നു. അവയിൽ നിന്നൊന്നും പിടിച്ചെടുക്കാൻ ആർക്കും കഴിയുകയില്ല. ഈ ധൈര്യമാണ് ഓഹരി ഉടമകൾക്ക് കമ്പനിയുടെ ഷെയർ എടുക്കാനായിട്ട് ധൈര്യം നൽകുന്നത്. 3ാമത്തെ പ്രത്യേകത പെർപ്പച്വൽ സക്സഷൻ, അനന്തകാലത്തേക്കുള്ള നിലനിൽപ്പ്. കമ്പനിക്ക് മരണമില്ല. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മരിച്ചേക്കാം, ഡയറക്ടേഴ്സ് മരിച്ചേക്കാം, അല്ലെങ്കിൽ മാറിപ്പോയേക്കാം, എംപ്ലോയീസ് മാറിയേക്കാം, പാസ് അവേ ആയേക്കാം. പക്ഷേ these things will not affect the life of a company. ഇതൊന്നും കമ്പനിയുടെ ലൈഫിനെ ബാധിക്കുന്നില്ല. ഈ അനന്തകാലത്തേക്കുള്ള നിലനിൽപ്പ് കമ്പനിയുടെ സ്റ്റെബിലിറ്റിയാണ് എൻഷുർ ചെയ്യുന്നത്. ദിസ് എൻഷുർസ് കണ്ടിന്യൂറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. 4ാമത്തേത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഓഹരിയുടെ കൈമാറ്റ സാധ്യതയാണ്. ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഫ്രീലി ട്രാൻസ്ഫർ ദർ ഷെയർസ് ടു അതേഴ്സ്, ഓഹരി ഉടമകൾക്ക് അവരുടെ ഓഹരികൾ മറ്റുള്ളവർക്ക് സ്വതന്ത്രമായി കൈമാറാൻ കഴിയും. പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, അതിലൂടെ അവർക്ക് ലിക്വിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും നൽകാനാവും.
These 4 features distinguish a company from other forms of business organization. ഈ 4 സവിശേഷതകൾ ഒരു കമ്പനിയെ മറ്റ് ബിസിനസ് സംവിധാനത്തിൽ നിന്നൊക്കെ വേർതിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പാർട്ട്ണർഷിപ്പിൽ നിന്നും സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്നൊക്കെ കമ്പനിക്ക് വ്യത്യാസം വരുന്ന ഈ സവിശേഷതകളാണ്. 12ാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. വാട്ട് ഈസ് ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്? എന്താണ് ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്? ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഇസ് എ ലീഗൽ പ്രിൻസിപ്പിൾ ദാറ്റ്, ഇതൊരു നിയമപരമായ തത്വമാണ്. അതായത് ദാറ്റ് ഹോൾസ് ദ ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ് റെസ്പോൺസിബിൾ ഫോർ ബീങ് അവെയർ ഓഫ് സർട്ടൻ ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ. കമ്പനിയുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പായും ബോധ്യപ്പെട്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈവൺ ഇഫ് ദേ ഹാവൻറ്റ് ആക്ച്വലി സീൻ ഓർ ബീൻ ഇൻഫോംഡ് അബൌട്ട് ഇറ്റ്, അവരാര് കമ്പനിയുടെ രേഖ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ലെങ്കിലും കൊള്ളാം, അതിനെക്കുറിച്ചൊരു വിവരം അവർക്ക് അറിയാൻ പാടില്ലെങ്കിലും കൊള്ളാം, അതൊന്നും കമ്പനിക്ക് പ്രശ്നമല്ല. കമ്പനിയുടെ ആധികാരിക രേഖകൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് കോടതി കാര്യങ്ങൾ തീരുമാനിക്കുക. അതായത് എല്ലാവർക്കും ഒരു കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, കമ്പനി പാസ്സാക്കിയ നിയമങ്ങൾ, കമ്പനിയുടെ രേഖകൾ, മെമ്മോറണ്ടം, ആർട്ടിക്കിൾസ്, ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന ഒരു വൈപ്പിലാണ് കമ്പനിയുമായി ഇടപെടുന്ന എല്ലാവരും കുറിച്ചും കോടതി മനസ്സിലാക്കുക. അവർ ചിലപ്പോൾ അത് നോക്കിയിട്ടുണ്ടായില്ല, അവർക്ക് സമയത്തിരക്കുണ്ടതെന്ന് നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ അതൊന്നും കോടതി പരിഗണിക്കില്ല. കമ്പനിയെ സംബന്ധിച്ചുള്ള മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് അങ്ങ് മുൻകൂട്ടി ധാരണയെ കോടതി വയ്ക്കുന്നു. അത് പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ anyone dealing with companies assumed to have knowledge of its public documents such as memorandum of association and any amendments or updates. കമ്പനി എന്തെങ്കിലും പുതിയ ഭേദഗതി നിയമം കൊണ്ടുവന്നോ എന്തെങ്കിലും അപ്ഡേറ്റുകൾ കൊണ്ടുവന്നോ അതൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ടാകും എന്ന ധാരണയിലാണ് തീരുമാനിക്കുക. എനിക്കറിയാൻ പാടില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല എന്നൊന്നും പറയാൻ ഒരു ആൾക്കും. കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമുണ്ടോ പറയുന്നത്, പബ്ലിക്കിന്റെ കാര്യമല്ല. കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ നോക്കിയിരിക്കണമെന്നാണ് വയ്പ്പ്. ഈ നിയമ നിർബന്ധത്തെയാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. ദിസ് ഡോക്ട്രിൻ ഹാസ് സിഗ്നിഫിക്കന്റ് ഇംപ്ലിക്കേഷൻസ്. നോ എക്സ്ക്യൂസ് ഫോർ ഇഗ്നറൻസ്. എനിക്കറിയാൻ പാടില്ലായിരുന്നു, ഞാൻ ഇഗ്നറന്റ് ആയിരുന്നു എന്ന് ഒരു എക്സ്ക്യൂസ് ആകുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. 2, ഡ്യൂ ഡിലിജൻസ്. ആവശ്യത്തിന് ശുഷ്കാന്തിയും ചുറുചുറുക്കും കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന ആൾക്കാർ പുലർത്തണം എന്നുള്ള ഒരു മുൻകരുതലും കൂടിയാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ. ദ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പ്രൊമോട്ട്സ് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ട്രാൻസ്പാരൻസിയും അക്കൗണ്ടബിലിറ്റിയും നൽകുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. സുതാര്യതയും കണക്റ്റും ബോധിപ്പിക്കാനുള്ള ചുമതലയും. എൻഷറിംഗ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ബീയിങ് ഇൻഫോംഡ് അബൌട്ട് പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ. പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ചോദ്യം 13ാമത്തേത്. വാട്ട് ആർ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്? ഡയറക്ടർമാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്? അതായത് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അവർ കുറ്റവാളികളാണെന്ന് കോടതിയിൽ കണ്ടെത്തുകയാണെങ്കിൽ, നിരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കമ്പനി ലോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡലന്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. 2, ഇൻസോൾവൻസി ഓർ ബാങ്ക്രപ്സി. അവർ പാപ്പരാവുകയാണ്, കടബാധ്യത വീട്ടി തീർക്കാൻ കഴിയാത്തവരാകുകയാണെങ്കിൽ, അങ്ങനെ ഇൻസോൾവെന്റ് ആയിട്ട് കോർട്ട് ഡിക്ലറേഷൻ കിട്ടിയ ഒരു ഡയറക്ടർ ഒരിക്കലും ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല, അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. 3ാമത്തെ പ്രത്യേകത ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് റിട്ടേൺസ്. കമ്പനിയുടെ റിട്ടേൺസ്, ടാക്സ് റിട്ടേൺസും മറ്റുമൊക്കെ ഫയൽ ചെയ്യുന്നതിൽ അയാൾ വീഴ്ച വരുത്തുകയാണ്. കമ്പനി അതത് സമയത്ത് സ്റ്റേറ്റ്മെന്റ്സും ഡോക്യുമെന്റ്സും ഒക്കെ ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയാണ്. ഓക്കെ, ഇത് മാത്രം മതി ഒരു ഡയറക്ടറെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഇനഫ് ഗ്രൗണ്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. ക്വാളിഫിക്കേഷൻ ബൈ കോർട്ട്. കോടതി ഡിസ്ക്വാളിഫൈ ചെയ്തേക്കാം. എന്തുകൊണ്ട്? അയാളുടെ അൺഫിറ്റ് പെരുമാറ്റം, അൺഫിറ്റ് കണ്ടക്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീസൺസ് കൊണ്ട് കോടതി നിരീക്ഷിക്കുകയാണ് ഇയാൾക്ക് ഇനി ഡയറക്ടറായി തുടരാൻ യോഗ്യതയില്ല. ഇത് 5ാമത്തെ പ്രത്യേകത നോൺ കംപ്ലയൻസ് വിത്ത് കമ്പനി ലോ. കമ്പനി നിയമങ്ങൾ ഒത്തുപോകുന്നില്ല അയാളുടെ രീതികൾ. വയലേറ്റിംഗ് കമ്പനി ലോ ഓർ റെഗുലേഷൻസ്. ഇതാണ് അടുത്ത 5ാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ഡയറക്ടറുടെ. 6ാമത്തേത് അൺഫിറ്റ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്. തെറ്റായ പെരുമാറ്റം, അനുചിതമായ പെരുമാറ്റം. എൻഗേജിങ് ഇൻ അൺഫെയർ ഓർ ഒപ്രസീവ് ബിഹേവിയർ. ഇനി ഈ ഡിസ്ക്വാളിഫിക്കേഷന്റെ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഡയറക്ടർ അയാളുടെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഎലിജിബിലിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ സംജാതമാകും. അയാൾക്ക് പിന്നീട് ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ കമ്പനിയിൽ നിന്നല്ല ഒരു കമ്പനിയിലും മേലാൽ അയാൾ ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇൻഎലിജിബിൾ ആകും. ദെൻ പെനാൽറ്റികൾ പോലുള്ള ഇംപ്രിസൺമെന്റ് പോലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമുണ്ടെങ്കിൽ അതും അയാളുടെ മേൽ ചുമത്തപ്പെടാം. ഇനി 14ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മാനേജർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. മാനേജറും ഡയറക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് അധികാരത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. MD മാനേജിംഗ് ഡയറക്ടർ ഹാസ് ബ്രോഡർ അതോറിറ്റി ദാൻ മാനേജർ. മാനേജറെക്കാൾ വിപുലമായ അധികാരമുള്ള വ്യക്തിയാണ് MD.
ദെൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യത്തിൽ വ്യത്യാസമുണ്ട്, പ്രവർത്തനപരമായിട്ട് ഓപ്പറേഷണൽ ഫോക്കസ് വ്യത്യാസമുണ്ട്. MD ഫോക്കസ് ചെയ്യുന്നത് കമ്പനിയുടെ ഓവറോൾ പോളിസി, സ്ട്രാറ്റജി അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മാനേജർ ഫോക്കസ് ചെയ്യുന്നത് അയാളുടെ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസിൽ മാത്രമാണ്. ദെൻ അക്കൗണ്ടബിലിറ്റി, MD ഈസ് അക്കൗണ്ടബിൾ ടു ദ ബോർഡ്, ഡയറക്ടർ ബോർഡിനോട് കണക്ക് ബോധിപ്പിക്കാൻ ചുമതലാബോധമുള്ളയാളാണ് മാനേജിംഗ് ഡയറക്ടർ. അതേസമയം വൈൽ മാനേജേഴ്സ് ആർ അക്കൗണ്ടബിൾ ടു ദി MD ഓർ ബോർഡ്, മാനേജർമാർ ബോധിപ്പിക്കേണ്ടത് MD-യോടാണ് അല്ലെങ്കിൽ ബോർഡിനോടാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട്, while both roles are crucial, മാനേജറുടെ റോളും മാനേജിംഗ് ഡയറക്ടറുടെ റോളും ക്രൂഷ്യലാണ്, നിർണായകമാണ്. പക്ഷേ the managing director has broader authority, a strategic focus and is accountable to the board. അത് ബോർഡിനോട് അക്കൗണ്ടബിൾ ആണ്. whereas managers have delegated authority, മാനേജർമാർക്ക് മാനേജിംഗ് ഡയറക്ടർമാർ താഴോട്ട് പങ്കുവെച്ച് കൊടുക്കുന്ന, കൈമാറി കിട്ടുന്ന അധികാരം മാത്രമാണ്, ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന അധികാരം മാത്രമാണ്. ആൻഡ് ഓപ്പറേഷണൽ ഫോക്കസ് ആണ്, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനം അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് റിപ്പോർട്ട് ടു ദ MD, എന്നിട്ട് അവിടെയുള്ള അവരുടെ പോരായ്മകളും പരിമിതികളും സജഷൻസ് ഒക്കെ അവർ റിപ്പോർട്ട് ചെയ്യാനായിട്ട് MD-ക്ക് അല്ലെങ്കിൽ ബോർഡിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളവരാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ചുകൂടി വലിയ മാർക്കിന്റെ ഭാഗമാണ്. അതായത് 15 മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാനുള്ളത്. 4 മാർക്ക് 15, 16 അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി തുടരുകയാണ്. അത് 2 മാർക്കിന്റെ തന്നെയാണ്.